നമുക്ക് ഫോർ ലൂപ്പിലും അതുപോലെ വൈൽ ലൂപ്പിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനൊരു ഫ്ലോ ഓഫ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റും. സോ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യമായിട്ട് സിമ്പിളായിട്ടൊരു ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ഐ ഇൻ റേഞ്ച് 5 പ്രിൻറ്റ് ഐ. ഓക്കെ, ഇത് 0 to 4 വരെ പ്രിൻറ്റ് ചെയ്യും. സപ്പോസ് ലെറ്റ്സ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം, 1 to 5 വരെ പോകുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, എനിവേ ഐ ആദ്യം 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, അപ് ടു 5 വരെ പോകും. ഓക്കെ, സോ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പം ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരണം, അതായത് ഫർദർ ഐട്രേഷൻ വേണ്ട, നമുക്കിത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. സോ നമ്മൾക്കിതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വേണം അത് ആഡ് ചെയ്യാനായിട്ട്. ഇഫ് ഐ ഡബിൾ ഈക്വൽസ് 3 ആകുമ്പോൾ എനിക്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് 1 to 5 വരെ പോകില്ല, 3 ആകുമ്പം തന്നെ ഈ കണ്ടീഷൻ ട്രൂ ആവും. സോ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, അതായത് ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ഔട്ട്സൈഡ് ലൂപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഞാനിവിടെ 3ക്ക് പകരം 4 കൊടുത്താൽ 1 to 3 വരെയായിരിക്കും പോകുക, അതിനുശേഷം ബ്രേക്ക് ചെയ്ത് പുറത്ത് വരും. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബട്ട് സപ്പോസ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഞാനിവിടെ കണ്ടിന്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇറ്ററേഷനിലോട്ട് പോകുമായിരിക്കും ചെയ്യുക. സോ ഇവിടെ ഞാൻ i = 4 കൊടുത്തിട്ടുണ്ട്. സോ 1 2 3 വരെ വന്നതിന് ശേഷം 4 വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവില്ല, അതിന് പകരം അടുത്ത ഇറ്ററേഷൻ, അതായത് i = 5 എന്ന് പറഞ്ഞ വാല്യൂയിലോട്ടായിരിക്കും പോവുക. അവിടെ ആയിരിക്കും ഇതിൻ്റെ റണ്ണിങ് നടക്കുന്നത്. സോ ഇതിൽ നോക്കിയാൽ അറിയാം, i = 4 വന്നപ്പോൾ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ അടുത്ത ഇറ്ററേഷനിലോട്ട് പോയി, i = 5 ആയി. സോ i = 5 ആകുമ്പോൾ 5 = 4 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, അത് വാലിഡ് അല്ല. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വരില്ല, അതുകൊണ്ട് i പ്രിൻറ്റ് ചെയ്യും, അതായത് 5 പ്രിൻ്റ് ആവും. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പൊസിഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇറ്ററേഷനിലോട്ട് പോകുകയാണ് ചെയ്തത്. സോ ഇതേ കാര്യം വൈൽ ലൂപ്പിലും പോസിബിൾ ആണ്.